എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ മൊട്ട മാസ്റ്റർ കാണിക്കുന്നു. കട്ട് ചെയ്താ ഇപ്പൊ ഏമുട്ട മാസ്റ്റർ ആവട്ടെ ഓട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. മാസ്റ്ററുടെ പിന്നാലെ തന്നെ ഇപ്പൊ ആ ഒരു വില്ലൻ വരുമ്പോ മാസ്റ്റർ ഒന്നും നോക്കില്ല, കത്തി എടുത്ത് അവന് നേരെ വലിച്ചെറിയും. പക്ഷെ ആ ഒരു കത്തി അവന്റെ ബോഡി തട്ടി ഇപ്പൊ തെറിച്ചു പോവും. അവനൊരു പോറല് പോലും ഏക്കാതെ അങ്ങനെ നിൽക്കാണ്. അവനുടനെ നീയൊന്നും എന്തു വിചാരിച്ചാലും എന്റെ രോമത്തെ പോലും തൊടാൻ കഴിയില്ല. മാസ്റ്റർ വീണ്ടും ഇപ്പൊ വുഡ് സ്റ്റൈൽ ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് അവനെ ലോക്ക് ചെയ്യാൻ നോക്കും. പക്ഷെ അവനാവട്ടെ അതും തകർത്ത് ഇപ്പൊ മാസ്റ്ററിനെ അവന്റെ എർത്ത് സ്റ്റൈൽ ജിപ്സ് വെച്ച് ഇപ്പൊ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. അവൻ ചിരിക്കും. വില്ലൻ വലിയൊരു കല്ലെടുത്ത് യാമുട്ടോ സെൻസായി ലോക്ക് ചെയ്ത ആ ഒരു ഗുഹയ്ക്ക് മേലെ വെച്ച് അവന്റെ ഗെഞ്ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ സീൽ ചെയ്ത് വെക്കും. അപ്പോഴായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക, ലീഫ് വില്ലേജിന്റെ സിമ്പലിലാണ് അവൻ ഗെഞ്ചിപ്സ് കൊണ്ട് ഇപ്പൊ സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മാസ്റ്റർ ആൾ ഓൾറെഡി എല്ലാ കളിയും കളിച്ചു കഴിഞ്ഞവനാണ്. മാസ്റ്റർ ഒറ്റ അടിക്ക് ആ ഒരു ട്രാപ്പും തകർത്ത് ഇപ്പൊ പുറത്തെത്തും. മാസ്റ്റർ ചിരിക്കും. ഇവന്റെ പവർ അത്രയ്ക്കൊന്നുമില്ല. എങ്കിലും എന്തിനായിരിക്കും അവർ ഈ മൃതശരീരങ്ങള് ഇപ്പൊ മോഷ്ടിച്ചുകൊണ്ട് പോയത്? ഒരു പക്ഷേ ഇതിന്റെ പിന്നില് ആ ഒരു ഡാസോ ആയിരിക്കാം. കട്ട് ചെയ്താ ഇപ്പൊ സാക്കുറ പറയും ഇവിടെ ആരുമില്ല, കുട്ടപ്പൻ പോലും ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. അതിന് സോറ അവനിപ്പോ മുകളിലേക്ക് ചാടി ചാടി കയറാൻ തുടങ്ങും. അവൻ പറയും പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ ഫ്രണ്ട് ആ മന്ദബുദ്ധി കുട്ടപ്പനെ അവനെ ഞാൻ കണ്ടുപിടിക്കും. ഞാൻ അവനുമായിട്ട് ഒട്ടനെ വരാന്ന് പറഞ്ഞ് അവൻ മുമ്പോട്ട് പോകുമ്പോ സാക്കുറയുടെ ടെൻഷൻ അത് കൂടി വരും. ഞാനിപ്പോ ഒറ്റയ്ക്കായി, ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, ഞാനും എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവളാവട്ടെ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഇപ്പൊ ശ്രമിക്കാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പനാവട്ടെ തല കുത്തി നിൽക്കാണ്. അവന്റെ മുന്നില് ഇപ്പൊ മുടി നീട്ടി വളർത്തിയ ചുന്ദരിയായിട്ടുള്ള ഒരു വില്ലത്തി. വാവ്, സൂപ്പർ. കുട്ടപ്പൻ അവൾ അങ്ങനെ നോക്കി നിന്ന് ഇപ്പൊ കളമൊക്കെ വരയ്ക്കുമ്പോ അവള് പറയും നിനക്കിനി രക്ഷയില്ല, നിന്നെ ഞാൻ ഇവിടെ വെച്ച് തല്ലിക്കൊല്ലാൻ പോവുകയാണെന്ന് അവള് പറയും. അവൾ ഓടി വന്ന് ഇപ്പൊ നാക്ക് നീട്ടി നമ്മുടെ കുട്ടപ്പനെ സക്ക് ചെയ്യാൻ തുടങ്ങും. അതിന് കുട്ടപ്പൻ നീ എന്താടി ചെയ്യണേന്ന് ചോദിക്കുമ്പോ അവള് പറയും ഞാൻ നിന്റെ ചക്ര പവർ അതൊന്ന് ടേസ്റ്റ് ചെയ്തതാണ്, നിനക്ക് വിൻഡ് നേച്ചർ പവർ ആണല്ലേ ചോദിക്കുമ്പോ അതിന് കുട്ടപ്പൻ പറയും അതെ, നീ വളരെ റെയർ ആണ്, അതുകൊണ്ട് തന്നെ എന്റെ കളക്ഷനില് ഞാനിപ്പോ നിന്നെ ആഡ് ചെയ്യാൻ പോവാണ്. കളക്ഷനോ? എന്ത് കളക്ഷൻ എന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ യു ആർ അൺബിലീവബിൾ, ഞാൻ നിന്നെ കിസ് ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോ അതിന് കുട്ടപ്പൻ വണ്ടടിച്ച് എന്ത് കിസ്സോ? അവള് പറയും അതെ കിസ്, എന്താ നീ ഇതുവരെ കേട്ടിട്ടില്ലേ? ആർക്കും ഒരു കിസ് പോലും നീ കൊടുത്തിട്ടില്ലേ? അതിന് കുട്ടപ്പൻ അവൻ പതിയെ തലയാട്ടിയിട്ട് പറയും ഉണ്ട്, ഞാൻ കിസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫ്ലാഷ് ബാക്കില് കുട്ടപ്പൻ ആദ്യമായിട്ട് സാസുകയ്ക്ക് കിസ് കൊടുത്ത കാര്യം അവൻ ഓർക്കും. കുട്ടപ്പൻ പേടിച്ച് ഇപ്പൊ അവിടുന്ന് ഓടാനായിട്ട് തുടങ്ങും. പക്ഷെ അവള് വിടില്ല. അവളൊരു കുതിരയെ പോലെ പാഞ്ഞു ചെന്ന് ഇപ്പൊ കുട്ടപ്പനെ കെട്ടിപ്പിടിച്ച് ഒരു കിസ് അങ്ങോട്ട് കൊടുക്കും. പക്ഷെ അത് റിയൽ കുട്ടപ്പനല്ല, അവന്റെ വെറും ഒരു ക്ലൗൺ ആണ്. കുട്ടപ്പൻ മറ്റൊരു ഭാഗത്ത് നിന്ന് ഇപ്പൊ അവളെ നോക്കി കളിയാക്കി ചിരിക്കും. വാവ്, നിന്റെ കിസ് അത് സൂപ്പർ ആയിരുന്നൊക്കെ പറയുമ്പോ അവക്കാവട്ടെ ഇപ്പൊ കലി കേറി വരും. അവക്ക് ദേഷ്യം സഹിക്കാൻ പറ്റില്ല. അവള് പറയും നിന്നെ കിസ് ചെയ്ത് തന്നെ ഞാൻ കൊന്നുകളയും. കട്ട് ചെയ്താ ഇവിടെ ആ മാപ്പ് കൊണ്ടുവന്നവള് അതേ മാപ്പ് എടുത്ത് ഇപ്പൊ സായെ കൺട്രോൾ ചെയ്തോണ്ടിരിക്കുകയാണ്. അവള് പറയും ഈ ഒരു മാപ്പ് അത് ഞാൻ തന്നെ റെഡിയാക്കും. സായ് ഓടുന്നതെല്ലാം തന്നെ അവക്ക് ആ മാപ്പിലൂടെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ സായ് പറയും ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, വളരെ എളുപ്പത്തില് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുന്നു പറഞ്ഞ് അവൻ അവിടുന്ന് മറഞ്ഞു പോകുമ്പോ ഇവിടെ വില്ലത്തി ആവട്ടെ അവള് ഹായ് ആയിട്ട് ചിരിച്ചിട്ട് പറയും നീ എത്രയൊക്കെ ഓടിയാലും രക്ഷപ്പെടാനാവില്ല, ഞാൻ ഓൾറെഡി നിന്റെ ബോഡിയിൽ ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്, നീ എവിടേക്ക് ഓടിയാലും അതുപയോഗിച്ച് വളരെ എളുപ്പത്തില് ഞാൻ നിന്നെ കണ്ടുപിടിക്കും. ഇവിടെ സായ് ഉടനെ മുൻപോട്ടൊരു വഴി കാണുമ്പോ അതിലൂടെ മുൻപോട്ട് ഓടാൻ തുടങ്ങും. വില്ലത്തി അത് കണ്ട് ചിരിച്ച് ഇപ്പൊ അവൻ ഓടുന്ന വഴിയില് എന്തോ ഒരു റൗണ്ട് വരയ്ക്കും. അപ്പൊ ഉടനെ ഇപ്പൊ സായ് പോകുന്ന വഴിയില് വലിയൊരു ട്രാപ്പ് ഉണ്ടായി അവൻ താഴേക്ക് വീഴാൻ തുടങ്ങും. പക്ഷെ അത് സായ് ആണ്. അവൻ ഉഷാറായിട്ട് ഇപ്പൊ മുൻപോട്ട് കുതിച്ചു പായും. സായ് എവിടേക്ക് തിരിഞ്ഞാലും അവൾ അവിടെ ഒക്കെ തന്നെ ഇപ്പൊ ട്രാപ്പ് വെച്ചോണ്ടേയിരിക്കും. സായിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, എന്താടാ നടക്കണേന്ന് ചോദിച്ച് അവൻ ചുറ്റും നോക്കി സർവ്വശക്തി എടുത്ത് ഓടിക്കൊണ്ടേയിരിക്കും. ഇവിടെ വില്ലത്തി പറയും ഈ ഒരു ഗെയിം അത് അവസാനിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഒരു വലിയ ട്രാപ്പ് അവൾ അവളുടെ പെന്ന് വെച്ച് ഇപ്പൊ ക്രിയേറ്റ് ചെയ്യും. അവൻ ചുറ്റും നോക്കിയിട്ട് ഇപ്പൊ ഒരു വഴി കാണുമ്പോ
അവൻ മുൻപിലേക്ക് ഓട്ടും. പക്ഷെ എന്താ, അവൻ കറക്റ്റായിട്ട് അവൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ട്രാപ്പിലേക്ക് വീഴും. സായി ട്രാപ്പിൽ പെട്ട് കിടക്കുമ്പോ ഇപ്പൊ അവളാവട്ടെ സായിയുടെ തൊട്ടടുത്തെത്തും. അവള് പറയും, എന്റെ ഈ മാപ്പിൽ നിന്ന് നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല, നിന്റെ കഥ അതിതോടെ തീരാണെന്ന് പറഞ്ഞ് അവള് വലിയൊരു സ്ക്വാഡ് എടുത്ത് ഇപ്പൊ അങ്ങനെ തന്നെ സായിയുടെ നെഞ്ചിൽ കുത്തിയിറക്കും. അവന്റെ ചക്ര പവറും അതോടുകൂടെ അലിഞ്ഞില്ലാതായി ഇപ്പൊ താഴേക്ക് വീഴും. പക്ഷെ പൊടുന്നനെ അവള് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ട്രാപ്പ് തന്നെ ഇപ്പൊ പൊട്ടി അങ്ങോട്ട് തെറിക്കും. അവള് പേടിച്ച് ടെൻഷനായിട്ട് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും സായി കൂളായിട്ട് അവളുടെ തൊട്ട് പിന്നിലുണ്ടാവും. അവന്റെ സ്ക്രോൾ എടുത്ത് അതിലിപ്പോ ഒരുപാട് സിംഹങ്ങളുടെ ഫോട്ടോ വരച്ചു വിടും. പുലി അവന്റെ നേർക്ക് ചാടി വരുമ്പോ അവളാവട്ടെ വെട്ടിത്തിരിഞ്ഞ് അവന്റെ കയ്യിലെ സ്ക്രോള് അത് കീറിക്കളയും. ആ ഗ്യാപ്പില് സായി ആവട്ടെ അവിടുന്ന് ഓടി രക്ഷപ്പെടും. അവൾ ടെൻഷനായിട്ട് ഇപ്പൊ ചുറ്റും നോക്കും. അവള് പറയും, നീ എവിടേക്ക് ഓടിയാലും എന്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. കട്ട് ചെയ്താ ഇവിടെ ഡാസോ ആവട്ടെ അവൻ എന്തോ ഒരു മരുന്ന് ഇപ്പൊ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ ഇപ്പോഴും അൻപു ബ്ലാക്ക് ഓപ്സ് അവനെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ടാൻസോയ്ക്ക് അവരെ സെൻസ് ചെയ്ത് അവരുടെ ഓരോ മൂവ്മെന്റ്സും ഇപ്പൊ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇവർ ഇതുവരെ പോയില്ലേന്ന് ചോദിച്ച് ഡാസോ ആവട്ടെ അവനുണ്ടാക്കിയ ആ ഒരു മെഡിസിൻ അത് കുടിക്കാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ അസിസ്റ്റന്റ് ചേച്ചി ആവട്ടെ മാൻഷനിലൂടെ നടക്കുമ്പോ എന്തോ ഒരു മെസ്സേജുമായിട്ട് ഒരു പക്ഷി കടന്നു വരും. അവളാവട്ടെ പക്ഷിയെ എടുത്ത് ഇപ്പൊ ഹൊക്കാഗിന്റെ അടുത്തേക്ക് വരും. അസിസ്റ്റന്റ് ചേച്ചി പറയും, ഫയർ ടെമ്പിളിൽ നിന്ന് ഇപ്പൊ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. കാക്കാഷിയും ടീമും ഇപ്പൊ എന്തോ വലിയൊരു ട്രാപ്പിൽ വീണിരിക്കുകയാണ്. അത് കെട്ടി ഹൊക്കാഗ ഞെട്ടും. എന്നിട്ട് ഇതിപ്പാണോ പറയണേ, എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് ഹൊക്കാഗ ടെൻഷൻ ആവുമ്പോ ഇവിടെ വില്ലനും വില്ലത്തി ആവട്ടെ അവര് പരസ്പരം ഇപ്പൊ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വില്ലൻ പറയും, എന്റെ ഓപ്പണന്റിനെ അവനെ ഞാൻ കറക്റ്റായിട്ട് ലോക്ക് ചെയ്തു. അതിനവള് പറയും, സായിനെ ഞാൻ ലോക്ക് ചെയ്തതാണ്, പക്ഷെ അവൻ എന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ടു. പേടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്ന് ഒരിക്കലും അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും അവൻ എന്റെ കയ്യിൽ തന്നെ വന്നുപെടും. കട്ട് ചെയ്താ ഇവിടെ സാക്കുര ആവട്ടെ എവിടെയോ എത്തിപ്പെടുകയാണ്. അവൾക്ക് ചുറ്റും ഇപ്പൊ പോയിസൺ ഗ്യാസ് കാണുമ്പോ അവൾ മൂക്ക് പൊത്തിപ്പിടിച്ച് ഇപ്പൊ പതിയെ മുൻപോട്ട് നടക്കും. അവൾ ഓടി രക്ഷപ്പെടാൻ നേരം അവളുടെ തൊട്ടു മുൻപിലായിട്ട് വലിയൊരു സ്പൈഡറിനെ കാണും. അതവളെ കടിക്കാൻ വരുമ്പോ ഇപ്പൊ കറക്റ്റ് ടൈമില് സായി എടുത്തു ചാടി ഇപ്പൊ സാക്കുറെ രക്ഷിക്കും. പക്ഷെ ആ ഒരു സ്പൈഡർ അത് സായിക്ക് നേരെ ചാടുമ്പോ അവൻ സ്ക്രോൾ എടുത്ത് അതിന്റെ നേരെ വീശും. പക്ഷെ അത് ഈസി ആയിട്ട് ആ സ്ക്രോളും തട്ടി തെറിപ്പിച്ച് സായിയുടെ തൊട്ടടുത്തെത്തുമ്പോ അവൻ കത്തിയെടുത്ത് അതിന്റെ കണ്ണി തന്നെ ഇപ്പൊ അറഞ്ചം പൊറഞ്ചം വെട്ടുകയാണ്. അത് വേദന കൊണ്ട് പൊളഞ്ഞ് ഇപ്പൊ സായിയെ തട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. സായി തെറിച്ച് വീഴുമ്പോ സ്പൈഡർ ആവട്ടെ അതിന് കണ്ണ് കാണാതെ അവിടെ ഇവിടെ പോയി ഇടിച്ച് അത് അങ്ങനെ തന്നെ ചത്തുപോവാണ്. പക്ഷെ എന്താ, ഇവിടെ സായി അവൻ സ്പൈഡറുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഒരുപാട് മുറിവ് പറ്റി കിടക്കാണ്. സാക്കുറ ഉടനെ അവളുടെ മെഡിക്കൽ ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് അവനെ ഹീൽ ചെയ്യാൻ തുടങ്ങും. അവൻ പെട്ടെന്ന് സുഖാവുമ്പോ സായി പറയും, നീ ശരിക്കും ഒരു അടിപൊളി മെഡിക്കൽ നിഞ്ചയാണ്. അവനൊരു ബുക്ക് എടുത്ത് ഇപ്പൊ കയ്യിൽ പിടിക്കുമ്പോ അവൻ പുറകിൽ നിന്ന് ഒരു ബുക്ക് എടുത്ത് കൈ പിടിക്കുമ്പോ സാക്കുറ ചോദിക്കും, ഇതെന്ത് ബുക്കാണ്? പക്ഷെ ഓൾറെഡി ഇവിടെ സായിക്ക് ഒരുപാട് അടി കിട്ടിയതുകൊണ്ട് തന്നെ അവൻ ഉത്തരം പറയാതെ അങ്ങനെ മയങ്ങിപ്പോവും. സാക്കുറ ആവട്ടെ ആ ബുക്ക് നോക്കുമ്പോ അതിൽ സെൽഫ് സാക്രിഫൈസ് എന്ന് കാണും. പിന്നീട് അവള് പോക്കറ്റിൽ നിന്നൊരു ഇഞ്ചക്ഷൻ എടുത്ത് അവനെ കുത്തിവെക്കും. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പൻ പറയും, ബേബി ഓടിവാ, എന്റെ ക്ലൗണുകളെല്ലാം തന്നെ നീ കിസ് ചെയ്ത് ധൈര്യമുണ്ടെ കൊല്ല്. അവള് ഫയർ സ്റ്റൈൽ ജിപ്സും എടുത്ത് ഇപ്പൊ കുട്ടപ്പന്റെ ക്ലൗൺസിനെ എല്ലാം തന്നെ കത്തിച്ചു വിടും. അപ്പൊ റിയൽ കുട്ടപ്പൻ അവൻ ഡ്രസ്സംഗൻ ടെക്നിക്ക് എടുത്ത് ചാടി വന്ന് അവളുടെ തലയ്ക്ക് ഒരു അടി അങ്ങോട്ട് കൊടുക്കും. ആ ഒരു അടിയില് പിന്നെ അവളെ കാണാനുണ്ടാവില്ല. കുട്ടപ്പൻ ചുറ്റും നോക്കും, അവള് ചത്തോ? പക്ഷെ അവൾക്കൊരു പോറല് പോലും ഏൽക്കാതെ അവള് പാറ തുറന്ന് ഇപ്പൊ പുറത്തേക്ക് വരും. അവള് കുട്ടപ്പനെ നോക്കി ചിരിക്കും. നിന്റെ വിൻഡ് പവറിനെ കഴിഞ്ഞും കൂടുതലാണ് എന്റെ പവർ എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കിസ് ചെയ്ത് തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അവള് ചാടി ചാടി നിൽക്കും. അത് കണ്ട് കുട്ടപ്പൻ ഇപ്പൊ വീണ്ടും അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യുമ്പോ അവൾക്ക് കലി കയറി അവള് പറയും, നിനക്കിത് തന്നെയാണോ പണി? വേറൊരു ജിപ്സും നിനക്കറിയില്ലേ? വെറുതെ ക്ലൗൺസിനെ ഉണ്ടാക്കുകയല്ല, ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ജയിച്ചു കാണിക്കെന്ന് ഇപ്പൊ അവള് പറയും. അവള് കൈ നീട്ടി ഇപ്പൊ വാട്ടർ ലെവൽ ഗെഞ്ചിപ്സ് ഉപയോഗിക്കുമ്പോ അവിടേക്ക് വെള്ളം വന്ന് നിറയാൻ തുടങ്ങും. വെള്ളത്തിന്റെ പവറില് കുട്ടപ്പന്റെ ക്ലൗൺസ് എല്ലാം തന്നെ പൊട്ടിത്തെറിച്ചു പോകും. പണി പാളൂന്ന് മനസ്സിലാക്കി കുട്ടപ്പനാവട്ടെ ഇപ്പൊ മുൻപോട്ട് ഓടും. കുട്ടപ്പൻ ചിന്തിക്കും, ഇവൾക്കെങ്ങനെ എർത്ത്, വാട്ടർ, വിൻഡ് എല്ലാ പവറും ഉപയോഗിക്കാൻ കഴിയുന്നു? അപ്പൊ അടുത്തായിട്ട് അവള് ലൈറ്റ്നിങ് ജിപ്സും എടുക്കുമ്പോ കുട്ടപ്പൻ വണ്ടർ അടിക്കും. അപ്പൊ ഇവൾക്ക് 4 എലമെന്റിന്റെ പവർ ഉണ്ടോ? കട്ട് ചെയ്താ ഇവിടെ സോറ ആവട്ടെ ഇപ്പൊ കുട്ടപ്പനെ അന്വേഷിച്ച് നടക്കാണ്. അപ്പൊ ദൂരത്തായിട്ട് ഒരു ലൈറ്റ്നിങ് പവർ കണ്ട് അവൻ അവിടേക്ക് വരും. അപ്പൊ അതേ സമയത്ത് അവന്റെ തൊട്ടടുത്തായിട്ട് ഒരപ്പാപ്പനെ കാണുമ്പോ അവൻ ചോദിക്കും, നിങ്ങൾ ആരാണ്? അതിനപ്പാപ്പൻ, എനിക്ക് നിന്നെ അറിയാം, നീ സോറയല്ലേ, നിനക്ക് വേണ്ടിയാണ്
ഞാൻ ഇത്രയും കാലവും കാത്തിരുന്നത് എന്ന് അപ്പാപ്പൻ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.